നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ PG വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സംസ്ഥാനത്ത് പ്രതിഷേധം വ്യാപകമാകുന്നതിനിടെ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഡൽഹിയിലെത്തി. ഇന്നലെ രാത്രിയാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും ഉന്നത നേതാക്കന്മാരുമായും CV ആനന്ദബോസ് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. കൊലപാതക വിവരം ആശുപത്രി അധികൃതർ മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്നും കേസന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും ആരോപിച്ച് സംസ്ഥാനത്ത് വലിയ പ്രതിഷേധ സമരങ്ങളാണ് ഡോക്ടർമാരുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ ആശുപത്രിയിലെത്തി സമരം ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാരുമായി സംസാരിക്കുകയും നീതി ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. കൊൽക്കത്ത രാജ്ഭവനിൽ രക്ഷാബന്ധൻ പരിപാടിക്കിടെ നിരവധി വനിതാ ഡോക്ടർമാർ തന്റെ കയ്യിൽ രാഖി കെട്ടിത്തന്നുവെന്നും സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം എന്ന അവരുടെ ആവശ്യങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗാളിൽ ജനാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അനുവദിക്കാനാവില്ല. നമ്മുടെ പെൺമക്കളെയും സഹോദരിമാരെയും സംരക്ഷിക്കുമെന്ന് നാം പ്രതിജ്ഞയെടുക്കണം. സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും സന്തോഷവും പകരുന്ന ഇടമായി ഈ സമൂഹം മാറണം. എന്നാൽ ഇപ്പോൾ നമ്മുടെ സഹോദരന്മാരോടുള്ള കടമ നിർവഹിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഗവർണർ എന്ന നിലയിൽ ജനങ്ങളെ സേവിക്കുക എന്നാണ് തന്റെ ഉത്തരവാദിത്വം. ഇപ്പോഴുള്ള ലക്ഷ്യം നേടുന്നതിൽ നീണ്ട യാത്ര വേണ്ടി വന്നേക്കാം. എന്നാൽ അവിടേക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും. ഒടുവിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തും. ഏത് പ്രതിസന്ധിയിലും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും ഗവർണർ ഡോക്ടർമാർക്ക് ഉറപ്പു നൽകി. സംസ്ഥാനത്തെ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഗവർണർ ഉടനുടൻ തന്നെ രാഷ്ട്രപതിയെ അറിയിക്കുന്നുണ്ട് എന്നാണ് സൂചന. സർക്കാർ പിരിച്ചുവിടാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള നീക്കമാണോ ഇതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രത്തോളം ക്രമസമാധാന നില അവിടെ തകർന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.